നമസ്കാരം. നിങ്ങളൊരു വ്യാപാരിയാണ്, നിങ്ങൾ ഹോട്ടൽ ഉടമയാണ്, അഥവാ നിങ്ങളൊരു വീട്ടമ്മയാണ്, ഗൃഹസ്ഥനാണ്, അല്ലെങ്കിൽ സാധാരണ ഒരു മലയാളി. LPG പ്രതിസന്ധി എന്ന് അവസാനിക്കും, ഇത് എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാവുന്നു എന്നറിയാനുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ ഒരു ചാനലിൽ കൂടെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗോസിപ്പുകളല്ല, സെൻസേഷനലിസം അല്ല, ന്യൂസ് അല്ല, ഇൻഫോർമേഷൻ ആണ്, അനാലിസിസ് ആണ്. ഇതെന്റെ ആദ്യത്തെ വീഡിയോ. നിങ്ങളുടെ ഹോസ്റ്റ് SKയോടൊപ്പം. കാര്യങ്ങളിലേക്ക് കിടക്കാം. സംഭവം വളരെ സിമ്പിൾ ആണ്. നിങ്ങളൊരു ഗുഹയിലോ ഒരു വനവാസവും കഴിഞ്ഞ് വന്നൊരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇറാനിൽ മേലിലുള്ള ആക്രമണം US-ന്റെയും ഇസ്രായേലിന്റെ വക. സംഭവം വളരെ സിമ്പിൾ ആണ്. അവരൊറ്റൊരു തിരിച്ചൊരു അടി കൊടുത്തു. ദ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അവർ പൊട്ടിച്ചു. ശരി SK, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പൊട്ടിച്ചതെങ്കിലും ഈ LPG പ്രതിസന്ധി എന്തുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അനുഭവിക്കണം എന്നുള്ള ചോദ്യമല്ലേ നിങ്ങളുടെ മനസ്സിലുള്ളത്? അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ പറയാം. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ പേരിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഏറ്റവും വലിയൊരു അവയം നമ്മുടെ ബോഡിയിലാണെന്നുണ്ടെങ്കിൽ, കാരണം 25 തൊട്ട് 30 അടി നീളം വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ. പക്ഷെ ഇൻറ്റസ്റ്റൈനിലേക്ക് ഫുഡ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു സാധനമുണ്ട്, ഓസിയോഫാഗസ്. ആ ഓസിയോഫാഗസ് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ താഴത്തേക്ക് ഫുഡ് എത്തില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓയിൽ ട്രാൻസ്പോർട്ടേഷന്റെ കേസിൽ അത് ഒരു ജഗുലർ വെയിൻ ആണ്, അല്ലെങ്കിൽ അതൊരു ഓസിയോഫാഗസ് ആണ്. ആ വേദിയിൽ കൂടെയാണ് മിക്ക ഓയിൽ ഇമ്പോർട്ട്സും കൂടെ നടക്കുന്നത്. നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, അത് എന്തുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പോലെ ഓയിൽ ടാങ്കേഴ്സിന് സഞ്ചരിക്കാനുള്ള വഴി? അതൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കാര്യത്തിലേക്ക് വരാം. LPG കാര്യത്തിലേക്ക് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഡിപ്പെൻഡൻസി ആ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നിന്ന് വരുന്ന LPG നിന്നാണ്. അപ്പൊ നിങ്ങളൊരു ചോദ്യം, അല്ല അതിൽ നിന്ന് മാത്രമേ LPG വരുവുള്ളൂ, വേറെ LPG നമ്മളൊന്നും സോഴ്സ് ചെയ്യുന്നില്ലേ? സോഴ്സ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ലോക്കൽ ആയിട്ട്, അതായത് ഇന്ത്യയിൽ 10 സിലിണ്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് 4 എണ്ണം നമ്മൾ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ആണ്. ഗുഡ് ജോബ്. 6 എണ്ണം ഇമ്പോർട്ടഡ് ആണ്. ഗുഡ് ജോബ്. പക്ഷെ 6 എണ്ണത്തിൽ 95% നമ്മൾ വരുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നിന്നാണ്. ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പൊ നിങ്ങളൊരു ചോദ്യം, എന്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. ഗൾഫ് കൺട്രീസിൽ ഓയിൽ ഉണ്ട്, ആ ഓയിലിൽ നിന്ന് നമ്മൾ കൊണ്ടിരുന്നു, നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വി ഹാവ് ബീൻ ഡൂയിങ് റിയലി വെൽ. അതുകൊണ്ട് നമ്മുടെ ഡിപെൻഡൻസി എപ്പോഴും അവിടെയാണ്. ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമ്മൾ സക്സസ്ഫുള്ളി ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ LPGയുടെ കേസിൽ നമുക്ക് ഇതുവരെ സക്സസ്ഫുള്ളി ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം, എന്നാ പിന്നെ ഇതിന് ഗവൺമെന്റ് എന്ത് ആക്ഷൻ എടുക്കുന്നു, നമ്മൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ വരാം. ഗവൺമെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മാർഗത്തിൽ കൂടെ ഈ പറയുന്ന ഒരു LPG കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതെല്ലാ മാർഗങ്ങളും എല്ലാം എക്സ്പെൻസീവ് ആണ്, ദീർഘകാലം സമയമാണ്, അറ്റ്ലീസ്റ്റ് 1 മാസമെങ്കിലും എടുക്കും. ഗൾഫിൽ നിന്ന് വരുന്ന LPG എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. 3 തൊട്ട് 4 ദിവസം കൊണ്ട് നമ്മുടെ ഷിപ്പും കണ്ടെയ്നറുകളും ഇന്ത്യൻ തുറമുഖത്ത് എത്തുന്ന കേസിൽ നേരെ മറിച്ച് നമ്മൾ അമേരിക്കയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ്, പോരാത്തതിന് ഒരുപാട് കാലതാമസവും എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ആ ഒരു റൂട്ട് തന്നെ നീങ്ങുകയാണെങ്കിലും ഗവൺമെന്റ് വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് ഇറാനിയൻ ഗവൺമെന്റിന്റെ കൂടെ അവർ പോയി അപ്രോച്ച് ചെയ്ത് പറഞ്ഞിരിക്കുന്നു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിരിക്കുന്ന കണ്ടെയ്നേഴ്സ് നിങ്ങൾ ഹോർമൂസിൽ നിന്ന് നിങ്ങൾ ഇറക്കി തരണം എന്നുള്ളൊരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട്. ഇറാൻ അത് എഗ്രി ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്നാലും എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വൈറ്റില ജംഗ്ഷനിൽ നടക്കുന്ന ഒരു ബ്ലോക്ക് അല്ല, KSRTC ബസ്സിനെ മാത്രം എടുത്ത് വിടാനായിട്ട്. ഇതിൽ കുറെ നൂലാമാലകളുണ്ട്. കാരണം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇത്രയും ചെറിയ സ്ഥലമാണ്. പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ 2 ലെയിൻ, ഒരു ലെയിനിൽ കൂടെ ഒരു ഓയിൽ ടാങ്കറിന് ഇങ്ങോട്ട് വരാം, ഒരു ലെയിനിൽ കൂടെ മറ്റൊരു ഓയിൽ ടാങ്കറിലേക്ക് ഇങ്ങോട്ട് വരാം. ആ ലെയിനിലേക്ക് എത്താൻ വേണ്ടിയായിട്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ ശരാശരി ഒരുപാട് ഓയിൽ ടാങ്കേഴ്സ് അവിടെ അടുങ്ങിക്കൂടെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഇന്ത്യൻ ഓയിൽ ടാങ്കേഴ്സിനെ എടുക്കുക, നീക്കുക, കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ പോരാത്തതിന് ദിസ് ഷുഡ് നോട്ട് ബി എ ടാർഗറ്റ് ഫോർ ദ ഇറാനിയൻ നേവി. അതും വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് നൂലാമാലകളുണ്ട്, ഒരുപാട് ബ്യൂറോക്രസീസ് ഉണ്ട്. ശരി SK, എല്ലാം ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിൽ ഇതിനെക്കുറിച്ച് റിസർവ്സ് എങ്കിലും ഉണ്ടാവണ്ടേ? ശരിയാണ്. ഞാൻ എന്റെ ലാപ്ടോപ്പിലേക്ക് ഒന്ന് നോക്കാം. സ്ട്രാറ്റജിക് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് 66 ദിവസത്തിന്റെ ഓയിൽ റിസർവ്സ് ഉണ്ട്. ഫാന്റാസ്റ്റിക്. പക്ഷേ 10% LPGയുടെ സ്റ്റോറേജ് ഉള്ളൂ. അതാണ് പ്രശ്നം പറ്റുന്നത്. ഇന്ത്യൻ സ്റ്റോറേജ് വെറും 10 ദിവസത്തേക്ക് മാത്രമേ ലാസ്റ്റ് ചെയ്യുന്നതുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഗവൺമെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രഖ്യാപനം ഇറക്കിയിരിക്കുന്നത്. 25 ദിവസത്തെ കാലയളവിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നു, വില കൂട്ടുന്നു, ആൻഡ് സ്റ്റോറേജ് റേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ LPGയുടെ അവൈലബിൾ റേഷൻ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം ഭാവി എന്താവുന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലുണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കോവിഡ് സമയത്ത് പല പ്രവചനങ്ങളും നടത്തിയിരുന്നു. പലവരും, പല എക്സ്പേർട്ടുകളും പല ഒപ്പീനിയനുകളും പറഞ്ഞു എന്ന് തീരുന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പേർട്ടും ഒരു ഒപ്പീനിയനും ശരിയായിരുന്നില്ല. ഇത് യുദ്ധമാണ്, നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന സമയത്തിനുള്ളിൽ
ഈ യുദ്ധം അവസാനിച്ചേക്കാം, അമേരിക്ക പറഞ്ഞിട്ടുണ്ടാവാം നോ വി ആർ വിഡ്രോയിങ് ദ ട്രോപ്സ്, ഞങ്ങൾക്ക് വേറൊരു പ്രശ്നമല്ല. ഒരു പക്ഷേ അമേരിക്ക പറഞ്ഞിട്ടുണ്ടാവും നോ വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ഇറ്റ്, ഞങ്ങൾ ഗ്രൗണ്ട് ട്രൂപ്സിനെ ഇറക്കാൻ പോവാണ്. അങ്ങനെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ പറയും അച്ഛനെ നിർത്തിക്കോ, ഞങ്ങൾ ഈ ജഗ്ലർ വെയിൻ പിടിച്ചു നിർത്തും. എന്തുകൊണ്ട് ഇറാൻ ഈ ജഗ്ലർ വെയിൻ പിടിച്ചു നിർത്തുന്നു? സിമ്പിൾ, ഓയിൽ ഇസ് ദ ബിഗസ്റ്റ് പ്രോഡക്റ്റ് ഇൻ ദ വേൾഡ്. എല്ലാവർക്കും ആവശ്യം ഓയിലാണ്. ഓയിലിന്റെ വില കൂടുന്നു, ആൾക്കാർ പാനിക് ആവുന്നു, സാധനങ്ങളുടെ വില കൂടുന്നു, പ്രഷർ കൂടുന്നു, ഇന്റർനാഷണൽ പ്രഷർ കൂടുന്നു. ദ പ്രഷർ ഇസ് ഓൺ, സ്റ്റോപ്പ് ദ വാർ. ഇറാനിന്റെ കയ്യിലുള്ള മാസീവ് ഒരു വെപ്പണാണ് ഈ പറയുന്ന പോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ നേവി ഫോഴ്സസിനൊന്നും പോയി കീഴടക്കി അല്ലെങ്കിൽ ആ ഒരു ഹോർമൂസ് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല ഇത് എപ്പോൾ അവസാനിക്കും, എന്താ അവസാനിക്കും എന്നുള്ളത്. ഏറ്റവും ബെസ്റ്റ് കരുതലായിട്ട് ഇരിക്കുക. ഈ പറയുന്ന പോലെ പപ്പടമൊക്കെ ഇരുന്ന് വേവിക്കുമ്പോൾ ഒരുപാട് വേവിക്കാൻ നിങ്ങൾ ഇരിക്കുക. ചിക്കൻ ഫ്രൈ ഒക്കെ കുറച്ച് ഫ്രൈ മതി. തമാശ പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ റേഷൻ ചെയ്യുക. ഓൾറെഡി അത് നടക്കുന്നുണ്ട്. ഓൾറെഡി സ്ഥാപനങ്ങൾ വളരെ കൺട്രോൾഡ് ആയിട്ട് തന്നെയാണ് നീക്കുന്നത്. സിമ്പിളാണ്, മെനു ചേഞ്ച് ചെയ്യുക, നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുക, വേറെ നിവൃത്തിയില്ല. ഇത് കുറച്ച് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നു വായിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കാണുന്ന സമയം കൊണ്ട് എല്ലാം ശരിയാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിപൊളി. അങ്ങനെ എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പണി കിട്ടും. ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലും ഇരിക്കരുത്, പക്ഷെ ഇത് എവിടെയും എത്തൂല എന്നുള്ള രീതിയിലും ഇരിക്കരുത്. ഗവൺമെന്റുകൾ തമ്മിൽ സംസാരവുമാണ്, ഇന്റർനാഷണൽ പ്രഷർ ഇനി യുദ്ധം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലുള്ള സേഫ്റ്റി ഓഫ് പീപ്പിൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ടാണ് ഇത് നീങ്ങുന്നത്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. ഒരു പെട്ടെന്നൊരു സൊല്യൂഷൻ ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ തന്നെയും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം. നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് നിങ്ങളുടെ ഗ്യാസ് ചെലവഴിക്കണം. കാരണം ഇനി ഏകാനം നാളുകളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സിലിണ്ടറിന് 1000 രൂപയാവാൻ പോവുകയാണ്. അൺപ്രസിഡന്റഡ്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഹോസ്റ്റ് എസ് കെയോടൊപ്പം ദ ബിഗ് പിക്ചർ.